പരിശുദ്ധമായ റജബ് മാസത്തിൽ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ധാരാളം മഹത്തുക്കളുണ്ട്. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട പേരാണ് നമ്മുടെ എല്ലാവരുടെയും മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ലോക മുസ്ലിമീങ്ങൾ കർമ്മശാസ്ത്രപരമായി നാലാലൊരു മദ്ഹബ് സ്വീകരിക്കുന്ന ആളുകളാണ്. ഒന്നുകിൽ സയ്യിദുന ഇമാമുൽ ആലം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ സയ്യിദുന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇവരുടെ കർമ്മശാസ്ത്ര മേഖലയെ അധികരിച്ചുകൊണ്ടാണ്, ആ സരണിയിലാണ് ലോക മുസ്ലിമീങ്ങളായ ആളുകൾ അവരുടെ കർമ്മങ്ങളെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? പരിശുദ്ധമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസും ആധികാരികമായി പഠിച്ച് അതിൽ ഗവേഷണം നടത്തി വിശ്വാസികളായ ആളുകളുടെ കർമ്മമണ്ഡലത്തെ ചിട്ടപ്പെടുത്തുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. നമ്മളൊക്കെ നിസ്കരിക്കുന്ന നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, മറ്റ് അനുഷ്ഠാനങ്ങളൊക്കെയും ഈ ക്രമത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകളോട് ചേർത്ത് പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനങ്ങളോട് അതിൻ്റെ ആശയതലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഗവേഷണം നടത്തുക എന്നുള്ളത് ചെറിയ ഒരാൾക്ക് കഴിയുന്ന കാര്യമല്ല. മഹാനരായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ പരിശുദ്ധമായ ദീനിന്റെ കർമ്മസരണിയെ ചിട്ടപ്പെടുത്തി ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും അവർ അതിൽ ഒരുക്കി വച്ചിട്ടുണ്ട്. ഖിയാമം നാൾ വരെ വരുന്ന ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടോ, നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മസ്അല എന്താണ് എന്ന് തേടി പാഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ നാടുകളിൽ പുതുതായി കണ്ടുവരുന്നതാണല്ലോ അവയവങ്ങൾ മാറ്റം ചെയ്യുക എന്നുള്ളത്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നു. ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഈ അടുത്ത ദിവസമാണ് എറണാകുളത്ത് നടന്നത്. നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചിട്ടുണ്ട്. കരൾ മാറ്റിവെക്കുന്നു. പലരുടെയും കിഡ്നി, പലരുടെയും കരൾ, ആന്തരിക അവയവങ്ങളിൽ പലതും മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയകൾ നമ്മളെല്ലാവരും വായിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഇസ്ലാമിന് അതിനെക്കുറിച്ച് പറയാൻ എന്തുണ്ട്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ ചിട്ടപ്പെടുത്തി തന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലേക്ക്, കർമ്മശാസ്ത്ര സരണികളിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ ഈ വിഷയങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ അവിടെ നമുക്ക് കാണാം. അതെങ്ങനെയാകണമെന്ന്, അതിൻ്റെ പിന്നീടുള്ള കാര്യക്രമങ്ങൾ എങ്ങനെയായിരിക്കണമെന്നൊക്കെയും മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ ചർച്ച ചെയ്യുന്നത് കാണാം. അതിലേക്ക് വിശാലമായ അതിൻ്റെ തലങ്ങളിലേക്ക് കടക്കുകയല്ല. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയ പ്രശ്നം പോലും മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻഗാമികൾ എന്നെ എഴുതി വെക്കുകയും ചർച്ച ചെയ്യുകയും അതിൻ്റെ മേൽ പിന്നെയും ചർച്ചകൾ നടക്കുകയും ഒക്കെ ചെയ്ത വിഷയങ്ങളാണ്. അവയവമാറ്റ ശസ്ത്രക്രിയ നടക്കുന്ന അന്ന് രാവിലെ ഖുർആൻ എടുത്തു വെച്ചിട്ട് ഇതിനെക്കുറിച്ച് ഖുർആൻ എന്തു പറയുന്നു എന്ന ഗവേഷണമല്ല, മറിച്ച് ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യർക്കുള്ള വഴി ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മദ്ഹബിന്റെ ഇമാമുമാർ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുള്ള പണ്ഡിതന്മാരായിരുന്നു. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുള്ളവർ. അവർ അള്ളാഹുവിന്റെ ഖുർആനും ഹദീസുകളിൽ അഗാധമായ ജ്ഞാനവും ചേർത്തു വെച്ചുകൊണ്ടാണ് നമ്മുടെ ക്രമങ്ങളെ, ആരാധനകളെ ചിട്ടപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇന്ന് 1,00,000 ഹദീസുകൾ പോലും നമ്മുടെ മുന്നിലില്ല. ഇമാം ഹാഫിളു സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്, 1,00,000-ഓളം ഹദീസുകൾ മാത്രമാണ് നമ്മുടെ കൈകളിലുള്ളത്, സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തോട് ചേർന്നു വന്ന മഹാന്മാരായ മുജ്തഹിദുകളായ ഇമാമുമാർക്ക് 10,00,000-ലധികം ഹദീസുകൾ, അവരുടെ മുന്നിൽ ജീവിച്ചു കാണിച്ച മഹാന്മാരായ സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും മാതൃകകൾ, ഇവയെല്ലാം ഉണ്ടായിരുന്നു ദീനിന്റെ നിയമത്തെ ചിട്ടപ്പെടുത്തി തരാൻ. അതിനെ പിൻപറ്റി ജീവിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ലോക മുസ്ലിമീങ്ങൾക്കുള്ളത്. കഴിഞ്ഞ കാലത്തെ മഹാരഥന്മാരെല്ലാം ആ വഴി സ്വീകരിച്ചവരാണ്. മഹാനായ ഇമാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു നമ്മുടെ ഉമ്മത്ത് കണ്ട വലിയ ബുദ്ധിമാനായ മനുഷ്യനാണ്. തുല്യതയില്ലാത്ത ബുദ്ധിയുടെയും ജ്ഞാനത്തിന്റെയും ധിഷണയുടെയും നേതാവാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു.
മഹാനവറുകൾ ഷാഫിഈ മദ്ഹബുകാരനാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം നസാഇ റളിയല്ലാഹു അൻഹു, ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ദാവൂദ്, ഇമാം ഇബ്നു മാജ, ഹദീസുകളിലെ മഹാരഥന്മാരായ ഇമാമുകളെ പരിശോധിക്കൂ. അവരെല്ലാവരും ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ചിട്ടപ്പെടുത്തിയ മഹാന്മാർ. ബുഖാരിയിലുണ്ടോ എന്ന് പലരും ചോദിക്കില്ലേ? ഇമാം ബുഖാരി മദ്ഹബ് അനുസരിച്ച് ജീവിച്ചയാളാണ്. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റി ജീവിച്ച മഹാരഥന്മാരായ മുൻഗാമികൾ എത്രയാണ്? ചരിത്രമൊന്ന് പരതി നോക്കൂ. ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിച്ച മഹാപണ്ഡിതന്മാർ വരെ മഹാന്മാരായ നമ്മുടെ മുൻഗാമികളെ പിൻപറ്റിയാണ് ജീവിച്ചിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. അതാണ് ഏറ്റവും ശരിയായ വഴി. ലക്ഷക്കണക്കിന് ഹദീസുകളെ പരിശുദ്ധ ഖുർആനിലുള്ള അഗാധമായ ജ്ഞാനത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ മുൻഗാമികൾ രൂപീകരിച്ച വഴി, ആ വഴിയിൽ ഉറച്ചു നിൽക്കാൻ, മുറുകെ പിടിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവർക്കറിയാത്ത നമ്മളെ ലോകത്തെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഹദീസിന്റെ ഒരു കഷ്ണം കാണുമ്പോഴേക്ക്, ആയത്തുകളുടെ ഒരു ഭാഗം കാണുമ്പോഴേക്ക് ഇതങ്ങനെയാണോ എന്ന് ചിന്തിക്കുന്നതിനപ്പുറം ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും വന്ന മഹാന്മാരായ മുൻഗാമികൾ നമുക്കുണ്ടായിരുന്നില്ലേ? ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചത് നമ്മുടെ മദ്ഹബിന്റെ ഇമാമാണ്. നമ്മളൊക്കെ ഷാഫിഈകളാണ് എന്നാണ് പറയാ. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ജനിച്ചത് എവിടെയാ? ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ജനിച്ചത് എവിടെയാ? ഫലസ്തീനിലെ ഗസ്സയിലാണ് സയ്യിദുന ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ഖുറൈശിയായ ഒരു പണ്ഡിതൻ വിജ്ഞാനം കൊണ്ട് ഭൂമുഖത്തെ നിറയ്ക്കുമെന്ന സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് അത് പുലർന്നു കണ്ടത് ഇമാമുന ഷാഫിഈ തങ്ങളിലാണെന്ന് മഹാന്മാരായ മുൻഗാമികൾ രേഖപ്പെടുത്തുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാണ്, ഖുറൈശിയാണ്. മഹാനരായ ഷാഫിഈ ഇമാം തങ്ങളുടെ ഉമ്മ ബഹുമാനപ്പെട്ടവരെയും കൂട്ടി 2ാമത്തെ വയസ്സിൽ അവിടുത്തെ പിതാവ് മരണപ്പെട്ടു. വളരെ ദാരിദ്ര്യം, പ്രയാസം, കഷ്ടതകൾ നിറഞ്ഞ ജീവിതം. അതിൻ്റെ ഇടയിൽ പ്രിയപ്പെട്ട മകനെയും കൂട്ടി അവിടുത്തെ ഉമ്മ പരിശുദ്ധമായ മക്ക മുക്കറമയിലേക്ക് വന്നു. എന്തിനു വേണ്ടിയാണ്? മക്ക മുക്കറമ മഹാന്മാരായ പണ്ഡിതന്മാരെ കൊണ്ട് സമൃദ്ധമായ കാലമാണത്. മഹാനരായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടെ പഠനം തുടരുകയാണ്. തന്റെ മകന്റെ ദിഷണയും ആലോചനയും ബുദ്ധിയും മാതാവ് തിരിച്ചറിയുകയും ആ മകന് അള്ളാഹുവിന്റെ ദീനിലേക്കുള്ള വഴി തുറന്നിട്ട് കൊടുക്കുകയും ചെയ്തു. നമ്മളെയൊക്കെ ചിന്തിപ്പിക്കേണ്ട വിഷയമാണ്. നമ്മുടെ മകന് ബുദ്ധിയുണ്ട്, എന്നാൽ ആ മകന് ഏതു വഴി തുറന്നു കൊടുക്കണമെന്ന് മാതാപിതാക്കൾ പലരും നമ്മുടെ മക്കളുടെ കഴിവുകളെ ഖൈറായ വഴിയിൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് പിറകോട്ട് പോകുന്ന കാലമാണ്. നല്ല ബുദ്ധിയുള്ള മോനാണ്, എന്നാൽ ആ മകൻ അള്ളാഹുവിന്റെ ദീന് പഠിക്കട്ടെ എന്ന് വിചാരിക്കുന്നതിനപ്പുറം നമ്മൾ ഭൗതികമായ മറ്റെന്തൊക്കെയോ താല്പര്യങ്ങളെ സ്വീകരിക്കുകയാണ്. എൻ്റെ മകൻ, ആ മകന് അല്ലെങ്കിൽ മകൾക്ക് ചില കഴിവുകളുണ്ട്, ആ കഴിവ് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് ചിന്തിക്കുന്നതിനപ്പുറം ആ കഴിവ് കൊണ്ട് മറ്റേതെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ കിട്ടുമോ എന്ന് ചിന്തിക്കുന്ന മാതാക്കളുടെ കാലത്താണ് തൻ്റെ മകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് മക്കയിലേക്ക് വന്നു. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പഠനത്തിനു വേണ്ടി മാത്രമുള്ള യാത്രകൾ പറഞ്ഞാൽ നമുക്കൊരു 10 ജുമുഅ പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് സയ്യിദുന ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് മദീനയിലേക്ക് വന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ദർസ് നടത്തുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ അരികിലേക്കാണ് ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു വന്നത്. 4 മദ്ഹബിന്റെ ഇമാമുകളും തമ്മിലുള്ള വലിയ ആത്മബന്ധമുണ്ട്. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ ഞാൻ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിലേക്ക് പോകും. എനിക്ക് എന്തെങ്കിലും സംശയം വന്നാൽ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ തങ്ങളുടെ അടുക്കലേക്ക് പോകും. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിലെത്തും. അവിടെ 2 റക്അത്ത് നിസ്കരിച്ച് ബഹുമാനപ്പെട്ടവരെ സിയാറത്ത് ചെയ്ത് ഞാൻ മടങ്ങുമ്പോഴേക്ക് അതിന് നിവാരണം ലഭിക്കുമെന്ന് സയ്യിദുന ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. ആ ഷാഫിഈ ഇമാം മാലിക് ഇമാമിന്റെ ശിഷ്യനാണ്. അവിടുത്തെ മുവത്ത, ലോകത്തെ 1ാമത്തെ ഹദീസ് ഗ്രന്ഥമായ മുവത്ത മനപ്പാഠമാക്കിയ ആളാണ് സയ്യിദുന ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. അവിടുത്തെ ദർസിൽ, മാലിക് ഇമാമിന്റെ ദർസിൽ ദീർഘകാലം പഠിച്ചു. അവിടുന്ന് വീണ്ടും മക്കയിലേക്ക് വന്നു. അവിടുന്ന് പിന്നെയും മദീനയിലേക്ക്, അവിടുന്ന് വീണ്ടും ബഗ്ദാദിലേക്ക്, അവിടുന്ന് യമനിലേക്ക്, അവസാനം ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു എത്തിച്ചേർന്നത് ഈജിപ്തിലാണ്.
ചരിത്രം വളരെ വിശാലമാണ്. ബഹുമാനപ്പെട്ടവർ നടത്തിയ പഠനയാത്രകൾ, അവിടുത്തെ ജീവിതത്തിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ ഇൽമിനു വേണ്ടി സഞ്ചരിച്ച വഴികൾ, അത് കിട്ടാൻ, അത് ലഭിക്കാൻ, അതിന്റെ മാർഗങ്ങളെ ക്രമപ്പെടുത്താൻ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ യാത്രകൾ തന്നെ ഇത്രയും സുദീർഘമാണ്. പ്രിയപ്പെട്ട മാതാവ് അവിടുന്ന് മക്കയിൽ കൊണ്ടുവന്നത് മുതൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സഞ്ചാരം അറിവിനു വേണ്ടി നടത്തിയ നേതാവാണ് സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. പുതിയൊരു സ്ഥലത്തെത്തുമ്പോഴാണല്ലോ പുതിയ അറിവുകൾ ലഭിക്കുക, പുതിയ ആളുകളെ പരിചയപ്പെടുക, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക, പുതിയ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരിക. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ചരിത്രം രേഖപ്പെടുത്തുന്നത് കാണാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഭൂമിയുടെ മേലെ നടക്കുന്ന ഒരു അത്ഭുതത്തെ നിങ്ങൾക്ക് കാണണമോ? അതാ നോക്കൂ, സയ്യിദുനാ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു. ഭൂമിയുടെ മേലെ നടന്നുപോയ അത്ഭുതം എന്നാണ് ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം തങ്ങളെ കുറിച്ച് അവർ പറഞ്ഞത്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഈ യാത്രകളെല്ലാം ദീനിനു വേണ്ടിയുള്ള യാത്രകളാണ്, അറിവ് അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രകളാണ്. അതിന്റെ ഇടയിൽ ചരിത്രം രേഖപ്പെടുത്തിയത് കാണാം, സയാമീസ് ഇരട്ടകളുമായി ബന്ധപ്പെട്ട മസ്അല പഠിക്കുന്നതിനു വേണ്ടി സയാമീസ് ഇരട്ടകളെ ബഹുമാനപ്പെട്ടവർ വിവാഹം ചെയ്തു. സയാമീസ് ഇരട്ടകൾ നമ്മുടെ നാടുകളിൽ അടുത്ത കാലങ്ങളിലൊക്കെ പത്രങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം വായിക്കാറുണ്ട്. സയാമീസ് ഇരട്ടകൾ, അവരുടെ ഫിഖ്, അവരുടെ ഉളൂ, അവരുടെ നിസ്കാരം, അവരുടെ ഹൈല്, അവരുടെ വലിയ ശുദ്ധി, ചെറിയ ശുദ്ധി, ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ, ആധികാരികമായി അവരെന്താണ് എന്ന് മനസ്സിലാക്കാൻ സയാമീസ് ഇരട്ടകളിൽപ്പെട്ടവരെ സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. അത്രയേറെ അള്ളാഹുവിന്റെ ദീനിന് ആവശ്യമായതെന്തോ ജീവിതം അതിനുവേണ്ടി ചെലവഴിച്ച് മാറ്റിവെച്ച് പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ചിട്ടപ്പെടുത്തി വെച്ചത് ഖിയാമത്ത് നാൾ വരെ ഒരെതിരാളിയുടെ മുന്നിലും തലകുനിക്കാൻ, ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിന്റെ വിരോധികൾക്ക് കടന്നു കയറാൻ പറ്റാത്ത ഭാഗത്തിൽ പരിശുദ്ധമായി ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര സരണിയെ ചിട്ടപ്പെടുത്തി. മഹാന്മാരെ പറയുമ്പോൾ അവരുടെ ജീവിതം മനസ്സിലാക്കണം. മഹാന്മാരായ മുൻഗാമികൾ ഇമാമുന ശാഫിഈ തങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. ശാഫിഈ ഇമാമിന്റെ രാത്രികൾ 3 എണ്ണമായിരുന്നു, അല്ലെങ്കിൽ അത് 3ആയി പകുത്തു വച്ചിരുന്നു. ശാഫിഈ ഇമാം തങ്ങളുടെ രാത്രികൾ 3ആയി പകുത്തു വച്ചിരുന്നു. അതിലെ 1-ാമത്തെ ഭാഗം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള എഴുത്തുകളാണ്. സുദീർഘമായ നേരം ഇരുന്നുകൊണ്ട് കിതാബുകളുടെ രചന നിർവഹിക്കുകയാണ്. നമ്മളൊക്കെ രാത്രികളിൽ അങ്ങാടികളിൽ കറങ്ങി നടക്കുന്നവരുണ്ട്, മഗ്രിബിന് കറങ്ങി നടക്കും. നമ്മളെയൊക്കെ രാത്രികളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്തൊക്കെയാണ് ഇന്നലത്തെ ഒരു രാത്രിയിൽ നമ്മൾ എന്തു ചെയ്തു എന്ന് ആലോചിച്ചു നോക്കൂ. അവിടെ നിന്നുകൊണ്ട് വേണം ഇമാമുന ശാഫിഈ തങ്ങളുടെ രാത്രികളെ മനസ്സിലാക്കാൻ. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ രാത്രികളുടെ 1-ാമത്തെ ഭാഗം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള എഴുത്തുകൾ, 2-ാമത്തെ ഭാഗം സുദീർഘമായ നിസ്കാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മുന്നിൽ സുദീർഘമായി നിസ്കരിക്കുകയും 3-ാമത്തെ ഭാഗം ഉറങ്ങാൻ വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അവിടുത്തെ സഹോദരിയുടെ മകൾ പറയുന്നുണ്ട്, ഞാനൊരു ദിവസം രാത്രിയിൽ പലതവണ ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം തങ്ങളുടെ അരികിലേക്ക് ചെല്ലുന്ന സമയത്തെല്ലാം അവിടുന്ന് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പുലർച്ചെ ഞാൻ ചോദിച്ചു, അങ്ങ് ഉറങ്ങിയില്ലേ? അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുമായി ബന്ധപ്പെട്ട ഒരു മസ്അല ഇന്നലെ രാത്രി എന്റെ ഹൃദയത്തെ അലട്ടിയിരുന്ന ഒരു ചോദ്യം, ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് രാത്രി മുഴുവനും ഞാൻ ഉറക്കൊഴിച്ചത്, രാത്രി മുഴുവനും ഞാൻ ഖുർആൻ പാരായണം ചെയ്തത്, രാത്രി മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ശിഷ്യന്മാരായ മഹാന്മാരൊക്കെ പറയുന്നുണ്ട്, രാത്രിയിൽ സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ റൂമിൽ പലപ്പോഴും വിളക്കു തെളിയാറുണ്ട്. വളരെ പെട്ടെന്ന് ഒരു ഹദീസിന്റെ ആശയം അല്ലെങ്കിൽ ഒരു കർമ്മശാസ്ത്രപരമായ വിഷയം, അവരുടെ ചിന്തകൾ, അവരുടെ ഫിക്റും അവരുടെ ദിക്റും അവരുടെ ഊണും അവരുടെ ഉറക്കവും എല്ലാം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയായിരുന്നു. ആ ദീനിന്റെ ആവശ്യത്തിന്, ദീനിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പാതിരാവിലാണോ മനസ്സിലാകുന്നത്, ആ നേരത്തെ അവിടുന്ന് രേഖപ്പെടുത്തി വെക്കുകയാണ് സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. നമ്മുടെ മദ്ഹബിന്റെ ഇമാം ആരാണെന്ന്, അവരുടെ ജീവിതം എന്താണെന്ന് നമ്മൾ പഠിക്കുകയും നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. പരിശുദ്ധമായ റമളാനായാൽ പകലും രാത്രിയും ഖത്മുൽ ഖുർആനുകൾ പാരായണം ചെയ്യുകയാണ് സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. 200-ലധികം ഗ്രന്ഥങ്ങൾ 54 വയസ്സിനിടയിൽ ബഹുമാനപ്പെട്ടവർ എഴുതിയിട്ടുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന എത്രയോ ആളുകൾ 50 ഉള്ളവർ
55 ഉള്ളവർ, 60 ഉള്ളവർ, ദീനിനു വേണ്ടി നമ്മെ കൊണ്ടൊക്കെ എന്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആലോചിച്ചു നോക്കൂ. 200-ലധികം ഗ്രന്ഥങ്ങൾ, ചെറിയ ഗ്രന്ഥങ്ങളല്ല, വാള്യങ്ങൾ നീളുന്ന പിൽക്കാലത്ത് വന്ന ബുദ്ധിരാക്ഷസന്മാരായ ഇമാമിങ്ങൾക്ക് സവിസ്തരം അതിന്റെ വിശദീകരണം എഴുതാൻ പറ്റുന്ന പാകത്തിലുള്ള ഉജ്ജ്വലമായ ഗ്രന്ഥങ്ങളുടെ രചന നടത്തി സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. നമ്മെ കൊണ്ടൊക്കെ ദീനിന് എന്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ ആയുസ്സിലൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 54 വയസ്സുവരെ ജീവിച്ചിട്ടുള്ളൂ. പരിശുദ്ധമായ റജബ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് ലോകത്ത് നിന്ന് വിട പറഞ്ഞു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശാഫിഈ ഇമാം തങ്ങളുടെ ജീവിതം നമ്മൾ വായിക്കുക. നമ്മുടെ മുൻഗാമികളുടെ ഖുർആൻ പാരായണങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുക. ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം തങ്ങളുടെ ഗസ്സയിൽ നിന്ന് തന്നെ ഇന്നൊരു മയ്യിത്ത് നിസ്കാരത്തിന്റെ കുറിപ്പുണ്ട്. ഫലസ്തീനിന്റെ വിമോചന പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി ഈ അടുത്ത കാലത്ത് മീഡിയകളിൽ ശ്രദ്ധേയനായ അബൂ ഉബൈദ ഇസ്രയേൽ കൊന്നുകളഞ്ഞു. അബൂ ഉബൈദ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന പോരാളി, അദ്ദേഹത്തിന്റെ മകൻ ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. എന്താണ് ആ കുറിപ്പിന്റെ ഇതിവൃത്തം എന്നറിയോ? വളരെ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ എന്റെ വാപ്പയ്ക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, വളരെ കാലങ്ങൾക്ക് ശേഷം എന്റെ വാപ്പയെ ഞാൻ ഒരിക്കൽ കണ്ടുമുട്ടി. ഫലസ്തീനിന്റെ പോരാട്ടങ്ങളുടെ നടുവിൽ, ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഇടയിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അബൂ ഉബൈദയെ ഞാൻ കണ്ടുമുട്ടി എന്ന് പ്രിയപ്പെട്ട മകൻ എഴുതുകയാണ്. ഞാൻ എന്റെ വാപ്പയെ കണ്ടുമുട്ടി. അപ്പോൾ ഞാൻ എന്റെ വാപ്പയോട് ചോദിച്ചു, ഉപ്പാ, നിങ്ങളുടെ ഖുർആൻ പാരായണം എങ്ങനെ നടക്കുന്നു? അദ്ദേഹത്തിന്റെ മകൻ എഴുതുകയാണ്. അപ്പോൾ അബൂ ഉബൈദ അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ, 2-3 രാത്രികൾ കൊണ്ട് ഞാൻ ഖുർആൻ പാരായണം ചെയ്തു തീർക്കുന്നുണ്ട് മകനെ. ഉടനെ ചോദിച്ചു, ഉപ്പാ, ഈ രാഷ്ട്രീയ പ്രതിസന്ധികളുടെ ഇടയിൽ, പോരാട്ടങ്ങളുടെ ഇടയിൽ, നിങ്ങളെ തേടി ലോകത്തെ ഏറ്റവും വലിയ ചാര സൈന്യം നടക്കുന്നതിന്റെ ഇടയിൽ, സകല കണ്ണുകളും നിങ്ങളെ അന്വേഷിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ഖുർആൻ ഓതാൻ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം പറഞ്ഞു അത്രേ, ആ ഖുർആനിന്റെ പാരായണമില്ലാതെ ഞാനില്ലല്ലോ. ഖുർആനിന്റെ പാരായണമില്ലാതെ നമ്മുടെ കർമ്മങ്ങൾ പൂർത്തിയാകുന്നില്ലല്ലോ. ഖുർആൻ ഓതാതെ നമ്മുടെ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കുന്നില്ലല്ലോ എന്ന്. ഇത്രയേറെ പ്രതിസന്ധികളുടെ നടുവിൽ ആ മനുഷ്യൻ 2-3 ദിവസം കൂടുമ്പോൾ ഖുർആൻ ഖത്മോദി തീർക്കുകയായിരുന്നു അത്രേ. കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞു പോയൊരു മഹാന്റെ ജീവിതമല്ല ഞാൻ പറഞ്ഞത്. 2-3 ദിവസം മുമ്പ് ഇസ്രയേൽ കൊന്നുകളഞ്ഞ ഷഹീദായ അബൂ ഉബൈദയുടെ ചരിത്രമാണ്. ആലോചിച്ചു നോക്കൂ. ഒരു പ്രയാസമില്ല, നമ്മളെ ആരും ബോംബിടാൻ വരുന്നില്ല, നമ്മളെ തേടി ചാര കണ്ണുകളൊന്നും വരുന്നില്ല, നമുക്ക് ഏതെങ്കിലും പ്രയാസമില്ല. നമ്മെ കൊണ്ടൊക്കെ എന്ത് കഴിയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ? മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, ആലോചിക്കാനാണ്. ഈ പ്രതിസന്ധികളുടെ നടുവിലും ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഇത്തരം മനുഷ്യരുടെ കൂടെയല്ലേ നാളെ നമ്മൾ മഹ്ശറയിൽ ചെന്ന് നിൽക്കേണ്ടി വരിക. അള്ളാഹു നമുക്കൊക്കെയും ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇത്ര പ്രശ്നങ്ങളുടെ ഇടയിൽ ആ മനുഷ്യൻ പറഞ്ഞു, 2-3 ദിവസം കൂടുമ്പോൾ ഞാൻ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് ആലോചിക്കാനാണ്. നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇമാമുന ശാഫിഈ തങ്ങളുടെ ജീവിതം വളരെ വിശാലമായ ജീവിതമാണ്. ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് വളരെയേറെ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്, ഇതെല്ലാം ചെയ്തു വെച്ചിട്ടും എന്റെ സമയം അവസാനിച്ചു പോയല്ലോ റബ്ബേ, എന്റെ സമയം തീർന്നു പോയല്ലോ എന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പ്രയാസപ്പെടുന്നുണ്ട്. ഞാൻ എൻ്റെ ഖബറിലേക്ക് എത്തിച്ചേരുകയാണല്ലോ, എന്നെ കൊണ്ട് അമലുകൾ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് സയ്യിദുനാ ഇമാമുന ശാഫിഈ തങ്ങളെന്ന ലോകം കണ്ട കർമ്മശാസ്ത്ര വിശാരദന്മാരിലെ രാജാവായവർ പറയുകയാണ്, അല്ലാഹുവേ, എനിക്ക് എൻ്റെ അവസാന സമയം എത്തിക്കഴിഞ്ഞല്ലോ, ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു വച്ചില്ലല്ലോ എന്ന് വിലപിച്ചതായി ചരിത്രത്തിൽ കാണാം. നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം ഇങ്ങനെയാണ്. ബഹുമാനപ്പെട്ടവർ വഫാത്തായി, അവിടുത്തെ വസിയ്യത്തുകൾ ഉണ്ടായിരുന്നു, ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ തങ്ങളുടെ ജനാസ ഇന്നുള്ള ഈജിപ്തിലെ കൈറോയിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പലതവണ അവിടെ എത്താൻ തൗഫീഖ് കിട്ടിയിട്ടുണ്ട്. അള്ളാഹു ഒരുപാട് തവണ നമ്മളെയൊക്കെ അവിടെ എത്തിക്കുമാറാകട്ടെ. ഇമാമുന ശാഫിഈ തങ്ങളുടെ മനോഹരമായ ഖുബ്ബയുടെ താഴെ ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്ത് ജീവിച്ചിരുന്ന ചില ആളുകൾ, ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വിരോധികളിൽ ചിലർ ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം തങ്ങളൊന്ന് മരിച്ചു കിട്ടണേ എന്ന് ദുആ ചെയ്തിരുന്നു. അവിടുത്തെ വിരോധികൾ, കാരണം ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കെ ഇസ്ലാമിന്റെ ആശയങ്ങൾക്ക് പോറലേൽപ്പിക്കാൻ കഴിയുകയില്ല, ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കെ ഞങ്ങൾക്ക് പല തടസ്സങ്ങളും ഉണ്ട്, അതുകൊണ്ട് ശാഫിഈ ഇമാം തങ്ങളൊന്നും മരണപ്പെട്ടു കിട്ടണമേ എന്ന് ശത്രുക്കൾ ദുആ ചെയ്തിരുന്നു. ആ കാലത്തെ ചില ആളുകൾ, അവിവേകികൾ ദുആ ചെയ്തിരുന്നു. അതെല്ലാ കാലത്തും അങ്ങനെയാണ്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എന്തെല്ലാം ചെയ്ത മനുഷ്യൻ.
എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നയാൾ. പക്ഷേ ആലോചിച്ചു നോക്കൂ, അവരൊന്ന് മരിച്ചു കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള എത്രയോ മനുഷ്യരില്ലേ? എന്നാൽ സയ്യിദുനാ ഇമാമുന ശാഫിഈ തങ്ങളുടെ ജീവിതം കൊണ്ട് ദീനിന് നൽകിയതുപോലെ എന്തെങ്കിലും ഒന്ന് നൽകാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. എല്ലാ കാലത്തും അങ്ങനെയുള്ള ആളുകളുണ്ട്. ആലിമീങ്ങളോട് വിരോധം വെക്കുന്ന, സാലിഹീങ്ങളോട് വിരോധം വെക്കുന്ന. എന്തെങ്കിലും കാരണമുണ്ടോ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഒരു കാരണവുമില്ലാതെ വിരോധം വെക്കുന്ന ആളുകളുണ്ട്. അതിന്റെ പേരിൽ, വിരോധങ്ങളുടെ പേരിൽ എന്തൊക്കെയോ പറയുന്ന ആളുകളുണ്ട്. അതെല്ലാ കാലത്തും ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഇമാമുന ശാഫിഈ തങ്ങളുടെ ജീവിതം. അവരൊന്ന് മരിച്ചു കിട്ടണമേ എന്ന് വരെ ദുആ ചെയ്ത ആളുകളുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ ഈ ജീവിതങ്ങളെ അടുത്തറിയുകയും പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യേണ്ട ആളുകളാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ജനാസ ഖബറടക്കിയിട്ട് ദിവസങ്ങളോളം അണമുറിയാത്ത പ്രവാഹം അവിടെ സിയാറത്തിന് എത്തിച്ചേർന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയത് കാണാം. ഇന്നും കാണാൻ വളരെ പ്രൗഢഗംഭീരമായ മക്കാമാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മക്കാം. അല്ലാഹു അടുത്തേക്ക് ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതം നന്നാക്കി തരുമാറാകട്ടെ. ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു തആല സാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ.